ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നറിയാമോ? നല്ല പോത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോത്തുകറി പോത്ത് റോസ്റ്റൊക്കെ വെച്ച് അടിച്ച് പൊളിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ പോത്തിന് വേണ്ടി ഒരു 7 മണിയായപ്പോൾ പോയി ക്യൂ നിൽക്കാൻ തുടങ്ങിയതാണ്. കിട്ടിയത് ഒരു 10 മണി 11 മണിയോളം ആയി തിരിച്ച് വരുമ്പോൾ. അത്രയും ക്യൂ ആയിരുന്നു, അത്രയും തിരക്കായിരുന്നു. നിങ്ങൾ ഈ നോർത്തിൽ നിൽക്കുന്ന മലയാളീസിനോട് ചോദിക്കണം പോത്ത് കിട്ടാൻ എന്തുമാത്രം പാടാണെന്ന്. കാരണം ഇത് എവിടെയാണ് കിട്ടുന്നതെന്ന് അറിയണം. പിന്നെ അതുപോലെ പോയി ക്യൂ നിൽക്കണം. എത്ര ദൂരമാണെങ്കിലും മലയാളീസ് പോയി ക്യൂ നിന്നാണ് പോത്ത് വാങ്ങിയിട്ട് വരുന്നത്. അപ്പോൾ ഇത്ര കഷ്ടപ്പെട്ടാണ് നമ്മളത് വാങ്ങിയിട്ട് വരുന്നത്. കാരണം കഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഇഷ്ടമുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ള ഫുഡ് കഴിച്ച് ജീവിച്ചോട്ടെന്നേ. ഈ കഷ്ടപ്പെടുന്ന എല്ലാം നല്ല നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടിയാണല്ലോ. അപ്പോൾ ഇങ്ങനെ വെറുതെ നമ്മൾ ഒത്തിരി നോർത്തിൻ്റെ ഇടയ്ക്ക് ഒരു കേരളക്കാർ മാത്രം താമസിക്കുമ്പോൾ അവർക്ക് ഒരുപാട് സംശയങ്ങളാണ്. നിങ്ങൾ അത് കഴിക്കുമോ, ഇത് കഴിക്കുമോ, അങ്ങനെ കഴിക്കുമോ, ഇങ്ങനെ കഴിക്കുമോ എന്ന്. അതിൻ്റെ കൂടി ഇപ്പോൾ കേരള സ്റ്റോറിയിൽ സെക്കൻഡ് ഇതുകൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, കുറേ തരുണീ മണികൾ ഇവിടുത്തെ സ്ത്രീകൾ വന്നിട്ട് എന്നോട് ചോദിച്ചു, ദീദി നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ പോത്ത് കഴിച്ചില്ലേ വായി കുത്തിത്തിരുകി തരുമോയെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങളുടെ കേരളത്തിൽ അങ്ങനെ ഇല്ല. കാരണം 450 രൂപ മേടിക്കുന്ന പോത്ത് വല്ലവൻ്റെ വായി കുത്തി നിറക്കാൻ മാത്രം മണ്ടന്മാരൊന്നും അല്ല കേരളത്തിൽ താമസിച്ചത്. കാരണം കേരളത്തിലുള്ളവർക്ക് എല്ലാവർക്കും പോത്ത് ഇഷ്ടമാണ്, അവർ കഴിക്കും. അപ്പോൾ ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ള ഫുഡ് കഴിച്ചോട്ടെ. പിന്നെ ഇങ്ങനത്തെയൊക്കെ ഇട്ട് നമ്മൾ ഈ നോർത്തിൽ താമസിക്കുന്ന നല്ല നല്ലതായ മലയാളികളെ നിങ്ങൾ നാട്ടിക്കില്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ, ഇനി പിന്നെ കാണാം.